കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അനേക ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവർ ഇന്ന് സത്യദൈവത്തെ അറിയാതെ, ദൈവം ആരെന്ന് ചോദിച്ചാൽ പോലും പറയാൻ അറിയാതെ ഇന്ന് അനേകർ അതിൽ നിന്ന് മാറി നടക്കുകയാണ്. ചോദിക്കുമ്പോൾ പറയാം അതൊരു വേറൊരു വിഷയമാണ്. ആരും അതിനൊരു ശരിയായ മറുപടി പറയുന്നില്ല. പക്ഷേ ഇതാ ഇവർ തന്നെ പറയുന്നു, ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞവരാണെന്ന് രായ്ക്ക് രാമായണം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചിന്തക്കായിട്ട് നമ്മളൊരു വേദവാക്യം വാക്കിയാണ് 1 യോഹന്നാൻ 5:20. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇതാണ് അവിടുത്തെ വാക്യം. അപ്പോൾ ഇവിടെ വന്നത് ആരാണ്? ദൈവപുത്രനാണ് വന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. ദൈവപുത്രനാണ് ഇവിടെ വന്ന് ജനങ്ങളുമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുമായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അപ്പോൾ സത്യദൈവത്തെ അറിയുവാനുള്ള ഒരു വിവേകം നമുക്ക് തരുവാനായിട്ടാണ് ദൈവപുത്രൻ വന്നതാരാണ്? ദൈവപുത്രനാണ്. ആ വാക്യത്തിൽ പറയുന്നു, നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകും. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകും. അപ്പോൾ കർത്താവിൽ നിന്നും യേശു ക്രിസ്തുവിൽ നിന്നും പഠിച്ചവർ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ നിന്നും ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിൽ തന്നെയായി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് ചേർന്നു. അങ്ങനെയാണല്ലോ അവർ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റിരിക്കുന്നവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്താൽ അവനോടുകൂടി കുറിച്ചിടപ്പെട്ടു എന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വിവേകം കിട്ടിയവരെല്ലാം യേശു ക്രിസ്തു തന്നെയായി. അങ്ങനെ അറിവ് കിട്ടിയ അപ്പോസ്തലന്മാരിൽ അപ്പോസ്തലന്മാരിൽ ഒരുവനാണ് യോഹന്നാൻ. ആ യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നുമാണ്. അപ്പോൾ ആ വിവേകം കിട്ടിയ അപ്പോസ്തലന്മാരിൽ ഒരുവനാണ് ഇത് പറയുന്നത്. അപ്പോൾ തന്നെ ആ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. നമുക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഒരാൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ആശയം, രണ്ടുപേരുടെ ആശയം ഒന്നായി. രണ്ടുപേരുടെ ആശയം ഒന്നാകുമ്പോൾ അവർ രണ്ടുപേരും ഒന്നായി എന്ന് പറയും. അതേപോലെയാണ് അപ്പോസ്തലന്മാരോട് യേശു കർത്താവ് സ്വർഗീയ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, അവരെല്ലാവരും സ്വർഗീയ പിതാവിനെ യേശു ക്രിസ്തുവിൽ കൂടെ അറിയുവാനുള്ള ഒരു കൃപ അവർക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിൽ കൂടെയാണ് പിതാവിനെ അറിയുന്നത്. അവിടെ വന്നിരിക്കുന്ന കാര്യം അതാണ്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു. അപ്പോൾ വിവേകം തരുവാനായിട്ടാണ് ക്രിസ്തു വന്നത്. അപ്പോൾ ആ ക്രിസ്തു പറഞ്ഞതൊക്കെ കേട്ട് ഗ്രഹിച്ചവരും അത് അനുസരിച്ചവരും ഒക്കെ ആ യേശു ക്രിസ്തുവിൽ കൂടെ, അതായത് ദൈവപുത്രനായ ക്രിസ്തു യേശുവിൽ കൂടെ പിതാവിനെ അവരെ അറിയുകയാണ്. കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ ചോദിച്ചു, തോമസ് അപ്പോസ്തലൻ ചോദിച്ചു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ പിതാവിനെ കാണിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ എന്താണ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കണ്ടോ, ഈ ആശയം അതുമായിട്ട് യോജിതല്ലേ? അതായത് ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്ന് പറയുമ്പോൾ ആ വിവേകം കിട്ടിയവർ സത്യദൈവത്തെ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവിനെ അറിയുന്നു, കാണുന്നില്ല. തോമസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ യേശു കർത്താവ് എന്താ പറയുക? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരും ഒന്നാലും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും യേശു എന്ന് പറയുന്നു? യേശു പറയുന്നു, എനിക്ക് സ്വയമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നതെല്ലാം പിതാവിൽ നിന്ന് കേട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇന്നത് പറയണമെന്ന് പിതാവ് കൽപ്പിച്ചിട്ടുണ്ട്. ആ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കണം.
അവിടെ പറയുന്ന എന്നാൽ എൻ്റെ സന്തോഷം നിങ്ങളിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് ഇത് മനസ്സിലായ അപ്പോസ്തലന്മാർ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവർ വിശ്വസിക്കുകയും അത് ഗ്രഹിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെയുള്ളവർക്കാണ് മനസ്സിലായത് സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവ് ആരാണ്? ആ പിതാവിൽ കൂടിയാണ്, പിതാവാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. അത് ആർക്ക് കൊടുത്തിരിക്കുന്നു? പുത്രന് കൊടുത്തിരിക്കുന്നു. അങ്ങനെ പുത്രനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അങ്ങനെ ഇത് ആരാണ് പുത്രന് കൊടുത്തിരിക്കുന്നത്? എല്ലാം പറഞ്ഞിട്ടുണ്ട് കർത്താവ്, എല്ലാം പറഞ്ഞു. എല്ലാ സകല കാര്യങ്ങളും അതാണ് അവർ എഴുതിയിരിക്കുന്നത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുക. അപ്പൊ സ്വർഗത്തിൽ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനോട് നമ്മൾ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കത്തുള്ളൂ. അങ്ങനെ ക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് അങ്ങനെ ഒരു പിതാവുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടല്ലേ ആ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയല്ലേ പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ടല്ലേ അദ്ദേഹം എഴുതിയത് 1 തിമോത്തി 6:15 എഴുതിയില്ലേ, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ ആ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുമെന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തോമസ് ഇവിടെ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. ആ പിതാവിനെ യേശു ക്രിസ്തുവിൽ കൂടിയാണ് ആ പിതാവിനെ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞൊരു വ്യക്തിയാണ് പൗലോസ്. അങ്ങനെ അറിഞ്ഞൊരു വ്യക്തിയാണ് യോഹന്നാൻ. അങ്ങനെ അറിഞ്ഞൊരു വ്യക്തിയാണ് ആര്? പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു? അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പരീക്ഷന്മാരും ശാസ്ത്രന്മാരും എന്തു പറയുന്നു? നീ ഇരമ്യാ പ്രവാചകനെന്നും ആ പ്രവാചകനെന്നും എന്ന് പറയുന്നു. അപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ പത്രോസ് പറഞ്ഞ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പം ജീവനുള്ള ദൈവം എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലിരിക്കുന്നു. ആ ജീവനുള്ള ദൈവം ഈ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതാണ്. ആ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ. ഉടനെ യേശു എന്ന് പറഞ്ഞു, ബർയോനെ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്വനായ പിതാവത്രേ. കണ്ടോ, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? അവൻ സത്യദൈവവും ആരാ? ധന്യനായ ഏകാധിപതി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ധന്യനായ ഏകാധിപതിയാണ്. ആ ഏകാധിപതിയെക്കുറിച്ച് തന്നെ യോഹന്നാനും പറയുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്നാണ് അവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, യോഹന്നാൻ അപ്പോസ്തലൻ ഈ 5 അധ്യായം വരെയും എഴുതുമ്പോൾ യോഹന്നാൻ എഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ എഴുതിയ കാര്യം നോക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. യോഹന്നാൻ പറഞ്ഞതാ. ഇനി അത് മാത്രമല്ല, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. എന്താണ്? പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇതുവരെയും യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാർ ആരും പറഞ്ഞില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ല, യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞില്ല, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഈ നമ്മൾ വായിച്ച ഭാഗത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? സ്തോത്രം. ഇനി 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ആര് പറയുന്നു? യേശു കർത്താവാണ് പറയുന്നത്. സ്തോത്രം. അവിടെ യേശു ദൈവമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു,
ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. സ്തോത്രം. ഇത് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യം വെച്ചിട്ട് മറ്റുള്ളവരെ ഇത് വായിച്ചിട്ട് പറയുന്നു യേശു തന്നെയാണ് ദൈവം എന്ന് പറയുന്നു. അപ്പം ഇവിടെ യോഹന്നാൻ പറയുന്നത് എന്താണ്? യോഹന്നാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയും യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം. കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകൂ എന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരും. ആര്? യേശു കർത്താവ് എങ്ങനെ ഇരിക്കുന്നു അതേപോലെ നാം ആകുമെന്ന്. ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ദൈവത്തെ പോലെ ആകുമോ? ഇല്ല. നമ്മൾ ആത്മീയമായിട്ട് തന്നെ കറക്റ്റായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ആത്മീകമായ നിലവാരത്തിൽ തന്നെ മുന്നോട്ട് നമ്മൾ പോയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായിട്ട് പോയാൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകുമെന്ന. അപ്പം ഇവിടെ പറയുന്നതായിട്ട് കറക്റ്റ് അല്ലേ? അവിടെ പറയുന്നത് എന്താണ്? സ്തോത്രം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പം യേശു ക്രിസ്തുവിനെ പോലെ ആകുമെന്നാണ് അവിടെ പറയുന്നത്. അവിടെ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ദൈവത്തെ പോലെ ആകില്ല. അപ്പം യേശു ദൈവമാകും? ദൈവമാകുന്നില്ലല്ലോ. യേശു ദൈവപുത്രനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇത് മനസ്സിലാക്കാതെ കണ്ട് ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ? ഈ 5-ാം അധ്യായത്തിൽ 1 യോഹന്നാൻ 5:20 വാക്യം എടുത്തിട്ട് ഇങ്ങനെ കോട്ടിക്കളയുന്നത് എന്താണ് അതിനകത്ത് ഇവർ കാണുന്നത്? അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ പറയുവാൻ? അവനാണ് പിതാവ്, ദൈവമായ അവനാണെന്ന് അവിടെ ആര് പറഞ്ഞിരിക്കുന്നു? അവിടെ ആരും പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ദൈവപുത്രൻ വന്നു എന്നും, ദൈവപുത്രനാണ് വന്നത്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാനുള്ള വിവേകം. എന്താ പിന്നെ യേശു ദൈവമായിരുന്നെങ്കിൽ പറയാൻ പാടില്ലേ? ഞാനാണ് ദൈവം, നിങ്ങൾ കാത്തിരുന്ന ദൈവം ഞാനാണ് എന്ന് പറഞ്ഞ പോരെ? അങ്ങനെ യേശു പറഞ്ഞില്ലല്ലോ, ഒരിക്കലും പറഞ്ഞില്ല. പീലാത്തോസിൻ്റെ മുമ്പിലും കയ്യപ്പ മഹാപുരോഹിതൻ്റെ മുമ്പിലൊക്കെ യേശു പറഞ്ഞെന്താണ്? യേശു അവിടെ പറഞ്ഞെന്താണ്? നീ വന്നിനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് മഹാപുരോഹിതനായ കയ്യപ്പാവ് ചോദിക്കുമ്പോൾ പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നത് എന്താണ്? ഞാനാകുന്നവനാകുന്നു. ഉടനെ പറഞ്ഞെന്താണ്? ഇനി നമുക്ക് സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല. അങ്ങനെ ആ മഹാപുരോഹിതൻ വസ്ത്രം വരച്ച് കീറി. അവൻ ദൈവപുത്രനെന്ന് പറഞ്ഞു. ദൈവപുത്രനാണ്, ദൈവമാണെന്ന് പറഞ്ഞ ദൈവമാണെന്ന് പറഞ്ഞില്ല. അവൻ ദൈവപുത്രനാണ്. വന്യനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഞാനാവുന്നു, അത്രേ ഉള്ളൂ. അപ്പോഴാണ് വസ്ത്രം വരച്ച് കീറിയത്. സ്തോത്രം. ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ലേ? ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാകില്ലേ? ഇവിടെയും പറയുന്നു 1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാനുള്ള വിവേകം തന്നുവെന്നും. നമുക്ക് കാണാത്ത ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ കാണാത്ത ഒരു ദൈവത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഒരു ദൈവത്തിൻ്റെ പുത്രനായിട്ട് വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രൻ വന്നിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യപുത്രനായിട്ട് വന്നിരിക്കുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കിൽ നിന്ന് വരുന്നു, പിതാവിൻ്റെ മടിയിൽ ഇരുന്നവനാണ് ഞാൻ. ഇപ്പം യേശു കർത്താവ് പറഞ്ഞ വാക്ക് പോലും ഇവർ വിശ്വസിക്കുന്നില്ലല്ലോ. യേശു കർത്താവ് അല്ലേ പറഞ്ഞത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന്? പിതാവിൻ്റെ മടിയിലിരിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതുപോലും വിശ്വസിക്കുന്നില്ലല്ലോ. അതുപോലും വിശ്വസിക്കാതെ ഇരുന്ന് കണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ആ യേശുവാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്ന പാട്ടുകളൊക്കെ പാടി, യേശുവിനെ മഹത്വം കൊടുത്തു ഉള്ള പാട്ടുമൊക്കെ പാടി, ഇനി ആരിനും വലിയവൻ യേശുവാണ്, സ്വർഗത്തിലും ഭൂമിയിലും ഇല്ല, അവനേക്കാൾ വലിയവൻ സ്വർഗത്തിലുമില്ല വലിയവെന്ന് പറഞ്ഞ് ഈ പാട്ടൊക്കെ പറഞ്ഞ് ദൈവകോപം വരുത്തി വെക്കുകയല്ലേ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? കർത്താവിൻ്റെ വരവ് എത്രയും ആസന്നമായി. നമുക്ക് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും യേശുവാണ് നമുക്ക് ആധാരം. യേശു അല്ലാതെ നമുക്കൊന്നും, യേശുവിനെ വിശ്വസിക്കാതെയും
യേശുവിനെ നമ്മൾ അനുസരിക്കാതിരുന്നാൽ പിതാവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടില്ല. പിതാവിൻ്റെ രാജ്യം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. പിതാവിൻ്റെ രാജ്യത്തിൽ നമ്മളെ കൊണ്ടുചെല്ലാനാണ് യേശു ഇവിടെ വന്നിരിക്കുന്നത്. ആ പിതാവിൻ്റെ രാജ്യത്തിൽ നമ്മൾ ചെല്ലണമെന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞതനുസരിച്ചിട്ട് ആര് പോകും? ഇവിടെ യേശു വന്നിട്ട് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ഇല്ല. ദൈവത്തിൻ്റെ പുത്രനെ എന്തുകൊണ്ട് നമ്മൾ അസത്യവാദിയാക്കുന്നു? യേശു ഇവിടെ ഭൂമിയിൽ ഞാൻ ദൈവമാണെന്നും പിതാവാണെന്നും യേശു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പറയാത്തത്തോളം കാലം പിന്നെ യേശു ദൈവമാണെന്നും യേശു പിതാവാണെന്നും അതിന് വ്യാഖ്യാനിക്കുന്നത് എന്തിനാണ്? തെറ്റല്ലേ? പാപമല്ലേ? പിതാവിന് കൊടുക്കാനുള്ള മഹത്വം നമ്മൾ പിതാവിന് കൊടുക്കാതെ കണ്ട് നമ്മൾ യേശുവിനാണ് കൊടുക്കുന്നതെങ്കിൽ യേശു അത് അംഗീകരിക്കുമോ? ഇല്ല. കാരണം എന്താ? യേശു തന്നെയാണ് ഇവിടെ ഭൂമിയിൽ വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഒരു ഒറ്റ അപ്പോസ്തലന്മാർ പോലും യേശു പിതാവായ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. അവൻ ക്രിസ്തു 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 എന്ന് തന്നെ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ നിങ്ങൾ 28-ാമത്തെ വാക്യം അധ്യായം വരെ വായിച്ചു. ആ 28 അധ്യായത്തിൽ 11 ഭാഗത്തോളം യേശു ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്. യേശു ദൈവപുത്രൻ. കാരണം യഹൂദന്മാരെ മിണ്ടാതാക്കി എന്നാണ് പറയുന്നത്. യഹൂദന്മാരെ മിണ്ടാതാക്കി യേശു തന്നെ ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞ് അവരെ ഇരുത്തിക്കളഞ്ഞു. ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണ്ടേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് യേശു ദൈവമാകുന്നത്? യേശു ദൈവമാണെന്ന് നമ്മൾ വിശ്വസിച്ച് നമുക്ക് ജീവൻ ഉണ്ടാവുക? അങ്ങനെയല്ലല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ഇതെഴുതിയിരിക്കുന്നു. നമ്മൾ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗീയ പിതാവിൻ്റെ മകനായി തീരുന്നുള്ളൂ. സ്വർഗീയ പിതാവിൻ്റെ മകനായി തീരണമെങ്കിൽ നമ്മൾ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്ന് വിശ്വസിക്കണം. അല്ലാതെ നമുക്ക് എങ്ങനെ ജീവൻ ഉണ്ടാകുന്ന? പിതാവിൻ്റെ ജീവൻ നമുക്കുണ്ടാകുന്നില്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ശരിയായ രീതിയിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. ഇന്നും യേശു ദൈവമാണെന്ന് പറഞ്ഞ് വാദിക്കുന്നവരും തർക്കിക്കുന്നവരും അനവധി ആൾക്കാരുണ്ട്. അവരും കൂടെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ശരിയായ രീതിയിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ വേദപുസ്തകം കൂടെ ഒന്ന് നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പുത്രനുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവുണ്ട് പുത്രനുണ്ടെന്നാണ്. ഈ ഉപദേശമാണ് നമുക്ക് വേണ്ടത്. ഈ ഉപദേശത്തിലാണ് നിലനിൽക്കേണ്ടത്. അല്ലാതെ മറ്റൊരു ഉപദേശം വന്നാൽ ദൈവമില്ലാത്തവരായി മാറും. അത് ക്രിസ്തുവിൻ്റെ ഉപദേശമല്ല. ക്രിസ്തുവിൻ്റെ ഉപദേശമാണിത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർക്ക് പിതാവുണ്ട് പുത്രനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ശരിയായ രീതിയിലൊന്ന് കേട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.